നമസ്കാരം, ഇർഷാദാണ്. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് മൊബൈലിനെ കുറിച്ചൊക്കെയാണ് പറയാറുള്ളത്. ഇന്നപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നത്തെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യണത്. വണ്ടി കംപ്ലൈൻ്റ് ആയി, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യണത്. കാരണം സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് നന്നായിരിക്കും. ഇന്ന് രാവിലെ വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഒരനക്കവും. കീ ഇട്ട് ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, മാസ്ട്രോ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഓണാക്കി നോക്കുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല. സാധാരണ ഇവിടെ ഡിസ്പ്ലേയിൽ കുറേ സാധനങ്ങൾ കാണിക്കും, ഇവിടെ ലൈറ്റ് കത്തും, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇന്നിപ്പോൾ ഒരനക്കവും. അപ്പോൾ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടാണെങ്കിൽ സ്റ്റാർട്ടാക്കാൻ കിക്കറടിച്ച്, നോർമലി ബാറ്ററി വർക്ക് ചെയ്യണില്ലെങ്കിൽ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ കിക്കർ ഭയങ്കര ടൈറ്റ്. സ്വാഭാവികമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊരു നിർവാഹം കാണില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ വിളിച്ചു. വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞത് വരാൻ സമയമില്ല, ലോക്ക്ഡൗൺ ആയി കുറച്ച് തടവായതുകൊണ്ട് നല്ല തിരക്കാണ്, അതുകൊണ്ട് വന്നു നോക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലും വണ്ടി അങ്ങോട്ട് എത്തിച്ചാൽ ചെയ്തു തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തള്ളിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ വേറൊരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ സംശയം തീർക്കുക എന്നുള്ള നിലയ്ക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാസ്ട്രോൻ്റെ ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. മാസ്ട്രോൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാറ്ററി വരുന്നത്. ഇവിടെ 4 സ്ക്രൂ ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്ക്രൂസൊക്കെ ഒന്ന് അയച്ച് നോക്കാം. അടിയിൽ 2 സ്ക്രൂ ഉണ്ട്, ഈ ഭാഗത്തായിട്ട് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ 2 സ്ക്രൂ, അങ്ങനെ 4 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി സിമ്പിളായിട്ട് എടുക്കും. സ്ലൈസ് ചെയ്തിട്ട് അപ്പോൾ അത് ഈ 2 ലിഡിൽ വെച്ചിട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതായത് കറണ്ട് ഉള്ളതാണെങ്കിൽ സ്പാർക്ക് വരും, ബാറ്ററി ചാർജ് ഉള്ളതാണെങ്കിൽ. അപ്പം എന്തായാലും ബാറ്ററി പോയത് നമ്മളെ സംശയം ശരിയാണ്, ബാറ്ററി തന്നെയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാറ്ററി മാറി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ദൂരെ കൊണ്ടുപോയിട്ട് ഒരു കടയിൽ കൊടുത്ത് ചാർജ് ചെയ്ത് കൊണ്ടുവന്ന്, അതായത് ബാറ്ററി പറ്റ വീക്കായതല്ല എന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് കൊണ്ടുവരാം. എന്തായാലും ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. കാരണം വണ്ടി എടുത്തിട്ട് ഏകദേശം 3 വർഷമായി, ഇതുവരെ മാറ്റിയിട്ടില്ല. കമ്പനി കിട്ടിയ ആ ബാറ്ററി തന്നെയാണുള്ളത്. അപ്പം ലിഡും കൂടെ നമ്മൾ ഊരിയിട്ട് ബാറ്ററി ഇങ്ങോട്ട് ഊരിയെടുക്കുക. അതായത് വർക്ക്ഷോപ്പിൽ പോവാതെ നടക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഒന്നെങ്കിൽ ഈ ബാറ്ററിയുടെ ഫോട്ടോ എടുത്തിട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കടക്കാരോട് പറഞ്ഞാലും മതി മാസ്ട്രോൻ്റെ. കാരണം 5Ah ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പോയിട്ട് ബാറ്ററി വാങ്ങിച്ചിട്ട് വരാം. ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. SF സോണിക് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ആണ്. 4 വർഷം വാറണ്ടി കാണിക്കുന്നുണ്ട്. ഏകദേശം 1200-1300 റേഞ്ചിലാണ് വരിക. ഓരോ കടകളിലും വ്യത്യാസം പോലെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ ബാറ്ററി ചെക്ക് ചെയ്തത് ഒന്ന് കാണിച്ചു തരാം. മറ്റേത് ചെക്ക് ചെയ്തപ്പോൾ സ്പാർക്കൊന്നും വന്നില്ലല്ലോ. നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി എങ്ങനെ വർക്കിംഗ് ആണോ എന്ന്. ഇതെന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. കാരണം ബാറ്ററി ഷോർട്ട് ചെയ്യണ അത്ര ലൈഫ് നല്ലതല്ല. എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേറെ ബൾബ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. കാരണം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വിടാണ്ടോ.
ഒരുപാട് നേരം വെക്കരുത്, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ. ബാറ്ററി നമുക്ക് പഴയ ബാറ്ററിയുടെ സ്ഥാനത്തേക്ക് തന്നെ വെക്കാം. അതായത് പോള് കറക്റ്റായിട്ട് വെക്കണം, നെഗറ്റീവ് പോസിറ്റീവ്. അതായത് ബ്ലാക്ക് വയറാണ് നെഗറ്റീവ് വരിക, റെഡ് കാണിക്കുന്നതാണ് പോസിറ്റീവ്. സ്വാഭാവികമായിട്ട് അറിയാം, എന്നാലും അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സർക്യൂട്ട് ഷോർട്ടാവും. പിന്നെ നമ്മൾ വയറിങ്ങുകാരനെ കാണാൻ വേണ്ടി പോകണം. എന്തായാലും വണ്ടി ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ മടിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പം പിന്നെ അത് ഒഴിവാക്കാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. അപ്പം നമ്മൾ അശ്രദ്ധ കൊണ്ട് വേറൊരു കംപ്ലൈൻറ്റ് വരരുത്. ഓക്കെ, ഏതായാലും 2 ലിഡും നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം കേട്ടോ, ലൂസ് വരരുത്. സ്പാർക്ക് വണ്ടി ജെർക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് വരില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതൊരു ബെൽറ്റാണ് ബാറ്ററി ഊരി പോകാതിരിക്കാനുള്ള. അത് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ ഊരി എടുത്താണ്, അവിടെ തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. ഇനി ഇപ്പോൾ ലൈറ്റൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്, സ്പാർക്ക് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടി തള്ളാതെ കുന്താതെ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഞാൻ പുതിയ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 4 വർഷമായി വണ്ടി എടുത്തിട്ട് ഇതുവരെ ബാറ്ററി മാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിലൊരു പരീക്ഷണം നടത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുതിയ ബാറ്ററി തന്നെ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പം ഇതെന്തായാലും കണ്ടിരിക്കുക. മാസ്റ്ററിൻ്റെ പിന്നെ ഫ്രണ്ട് ഊരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ എല്ലാ